ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അരങ്ങ് വെച്ച് തന്നെ ഒരു പൂവുണ്ട് ഉണ്ടാക്കി നോക്കാം. ഈ പൂവുണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഞാനൊരു ബ്ലൂ കളർ അരങ്ങെടുത്തിട്ടുണ്ട്. ഈ അരങ്ങൊന്ന് നിവർത്തിയെടുക്കാം. പിന്നെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്, ഒരു ഈർക്കിളിയും എടുത്തിട്ടുണ്ട്. ഈ ഈർക്കിളിയുമ നമുക്ക് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം. ഈർക്കിളിക്ക് പകരം ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഗ്രീൻ ടാപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഈർക്കിളിയുമ നമുക്ക് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചിട്ടായാലും നമുക്ക് പൂവിന് തണ്ടായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതേ ഈർക്കിളിയുമ മുഴുവൻ ഗ്രീൻ ടാപ്പ് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഈർക്കിളി നടു മുറിക്കുന്നുണ്ട്. ഇനി ഒരു ഈർക്കിളിയുടെ തുമ്പത്ത് ഞാൻ കുറച്ച് പശ വെച്ചിട്ട് ഈ അരങ്ങ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അരങ്ങ് ചുറ്റാൻ വളരെ എളുപ്പമാണ്. അരങ്ങ് ചുറ്റി കൊടുക്കുമ്പോൾ ഇടയിലൊക്കെ കുറച്ച് പശ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അത് അടർന്നു പോരും. ഇത് ചുറ്റി കഴിയുമ്പോൾ നമ്മുടെ 10 മണിപ്പൂവില്ലേ, അതിൻ്റെയൊക്കെ ഒരു ലുക്കിൽ കിട്ടും. അപ്പോൾ ഇത് 2 പൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയും ഞെട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞെട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്താൽ നമുക്കതിന് ഞെട്ടുണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഈ പൂവിനടിയിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഇല കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ 4 ആക്കി മടക്കുന്നുണ്ട്. എന്നിട്ട് ഇല കട്ട് ചെയ്യാം. അപ്പോൾ അതേ ഇല കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പൂവിൻ്റെ ഈർക്കിളി ഒന്ന് ഒന്നിച്ചാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഇല ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ പൂവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.